നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ പറയുന്നത് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ കുറച്ച് ഫലങ്ങളാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പൂരാടം നക്ഷത്രം ഒരു പാദദോഷമുള്ള നക്ഷത്രമാണ്. അതായത് ഒരു നക്ഷത്രത്തെ 4 തിരിച്ചിട്ടുണ്ട്. അതിൽ പൂരാടം നക്ഷത്രത്തിൽ 1-ാം പാദത്തിൽ ജനിച്ചാൽ മാതാവിനും, 2-ാം പാദത്തിൽ ജനിച്ചാൽ അച്ഛനും, 3-ാം പാദത്തിലായാൽ അമ്മാവനും, 4-ാം പാദത്തിലായാൽ ജാതകനും നാശമുണ്ടാകുമെന്നാണ്. ചില ആഴ്ചകളും പക്കങ്ങളും സമയവും ഒത്തുവന്നാൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ എന്നും സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ പൂരാടം നക്ഷത്രവും ധനുലഗ്നവും കൂടി ഒത്തുവന്നാൽ പിതൃനാശം സംഭവിക്കും എന്ന് അനുഭവത്തിൽ കാണുന്നുണ്ട്. പൂരാടം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ പൊതുവെ നീണ്ട ശരീരവും ഏത് കാര്യത്തിലും സാമർഥ്യമുള്ളവരുമായിരിക്കും. ഇവർ ശുദ്ധഹൃദയരാണെങ്കിലും ശോഭിച്ചു കണ്ടാൽ ആലോചന കൂടാതെ തന്നെ എന്തും പ്രവർത്തിക്കുന്നവരാണ്. ഭാവനാസമ്പൂർണമായ ഏത് കാര്യവും മറ്റുള്ളവരെ പറഞ്ഞു ഫലിപ്പിക്കാൻ തക്ക സാമർഥ്യവും അസാധാരണമായ വാക്ചാതുര്യം ഇവർക്കുണ്ടായിരിക്കും. സ്വന്തം അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അങ്ങേയറ്റം വിമർശനം നടത്താനും വാദിക്കാനും വാദിച്ചു ജയിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ടായിരിക്കും. മറ്റുള്ളവരെ ഉപദേശിക്കാനും തയ്യാറാകും. എന്നാൽ മറ്റുള്ളവരുടെ ഉപദേശം ഇവർക്ക് സ്വീകാര്യമല്ലതാനും. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച ഭൂരിപക്ഷം ആളുകൾക്കും മനോഹരമായ പല്ലുകളും നീണ്ട ചെവികളും നല്ല കണ്ണുകളും ഉണ്ടായിരിക്കും. ഇവർ പൊതുവെ സൗന്ദര്യവാന്മാരായിരിക്കും. ഇവരുടെ സ്വഭാവത്തിനും മനോബലത്തിനും അനുസരിച്ച് ആരോഗ്യമുണ്ടായിരിക്കുകയില്ല. നിസ്സാരമായ സ്വന്തം കാര്യത്തിന് പോലും തീരുമാനമെടുക്കാൻ ഇവർക്ക് പ്രയാസമാണ്. മറിച്ച് ഒരു പ്രശ്നമുണ്ടായാൽ, അതായത് ഒരു മത്സരമോ പ്രതിവാദമോ ഉണ്ടായാൽ ഇവർ പെട്ടെന്ന് തീരുമാനത്തിലെത്തുന്നതായിട്ട് കാണാൻ കഴിയും. ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഇവരെ പിന്തിരിപ്പിക്കാനോ വാക്കുമാറ്റുവാനോ പ്രയാസകരമായിരിക്കും. ഇവർ ആരോഗ്യകാര്യത്തിന് പ്രാധാന്യം കൊടുക്കാറില്ല. ഹൃദ്രോഗം, ശ്വാസകോശ രോഗം ഇവയൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അഭിമാനത്തിന് കോട്ടം വരുന്ന സംഭവമുണ്ടായാൽ അത് അവർക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. പിതാവിൽ നിന്നും പറയത്തക്ക പ്രയോജനമൊന്നും ഇവർക്ക് ലഭിക്കാറില്ല. അതേപോലെ തന്നെ മാതാവിൽ നിന്നും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. സഹോദരഭാഗ്യം ഇവർക്ക് മിക്കവർക്കും കണ്ടുവരുന്നുണ്ട്. സ്വന്തം ഭവനമോ ദേശമോ വിട്ടുള്ള ജീവിതമായിരിക്കും ഇവർക്ക് അധികവും. 32 വയസ്സിന് ശേഷമായിരിക്കും ഇവർക്ക് നല്ലൊരു ജീവിതം കിട്ടുകയുള്ളൂ. അന്യരെ വിശ്വസിച്ച് ചെയ്യുന്ന ഇടപാടുകളും ബിസിനസ്സുകളും വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ്. അന്യരെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ അവസാനം അപവാദത്തിനും ആക്ഷേപത്തിനും കാരണമായി തീരാറുണ്ട്. അന്യജനങ്ങളെ ആശ്രയിച്ചു കൊണ്ടായിരിക്കും ഇവർക്ക് ഭാഗ്യപുരോഗതി ഉണ്ടാകാറുള്ളത്. ഇവർക്ക് സ്ഥിരമായി സുഹൃത്തുക്കൾ ഉണ്ടാകാൻ പ്രയാസമായിരിക്കും. സമാധാനപരമായും ക്ഷമയോടും കൂടി പരിശ്രമിച്ചാൽ ഇവർക്ക് ജീവിത വിജയം നേടാൻ കഴിയും. ഇവരുടെ ദാമ്പത്യ ജീവിതം തൃപ്തികരമായിരിക്കും. മിക്കവാറും വിവാഹം താമസിച്ചായിരിക്കും നടക്കുന്നത്. ഭാര്യയുടെ അടുത്തിരിക്കുമ്പോഴാണ് ഇവർ ആനന്ദം കണ്ടെത്തുന്നത്. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് കലഹവും സ്വൈരക്കേടുകളും ഉണ്ടാകാറുണ്ട്. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കും ഇങ്ങനെയുള്ള ഫലങ്ങളൊക്കെ തന്നെയായിരിക്കും. കൂടാതെ നല്ല ബുദ്ധിശക്തിയുള്ളവരായിരിക്കും.
ഗൃഹഭരണത്തിലും ഔദ്യോഗിക രംഗത്തും ഇവർക്ക് ശോഭിക്കാൻ കഴിയും. നല്ല ആരോഗ്യവതികളായിരിക്കും. അതുല്യമായ തേജസ്സും സൗന്ദര്യവും പ്രകാശമുള്ള കണ്ണുകളും ഇവരെ അനുഗ്രഹിച്ചു കാണുന്നു. ഗർഭാശയ രോഗങ്ങൾ ഇവർക്ക് വന്നു ഭവിക്കാനിടയുണ്ട്. ആരോഗ്യം കുറഞ്ഞാലും ഇവർ ഗൃഹത്തിന് ഐശ്വര്യവതികളും ഭർത്താക്കന്മാർക്ക് കാര്യദർശിയും സ്വജനങ്ങൾക്ക് ഉപദേഷ്ടാക്കളുമായിരിക്കും. സന്താനഭാഗ്യം ഇവർക്ക് മിക്കവാറും കുറവായിട്ടാണ് കാണുന്നത്. തിരുവോണം, ചതയം, ഉത്രട്ടാതി, പൂയം, ആയില്യം, ചിത്തിര ഈ നാളുകാരുമായി ഒരു ഇടപാടുകളും പൂരാടം നക്ഷത്രക്കാർക്ക് ചേർന്നതല്ല. ഇവരുടെ ജനനം ശുക്രദശയിലാണ്. തുടർന്ന് ആദിത്യദശ, ചന്ദ്രദശ, ചൊവ്വദശ, രാഹുദശ, വ്യാഴദശ ഇങ്ങനെയാണ് ദശാകാലങ്ങൾ കടന്നു പോകുന്നത്. പൂരാടം നക്ഷത്രക്കാരുടെ പൊതുവായ കുറച്ച് ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ജനന സമയത്തെ ഗ്രഹസഞ്ചാരമനുസരിച്ച് ഫലത്തിൽ മാറ്റം വരാം. ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നത് വരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.